തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച്. ഇന്നും തലസ്ഥാനത്ത് മത്സരിക്കുന്നവരുടെ മുഖ്യ പ്രചാരണ ആയുധമാണ് ഈ വിഷയം. സത്യത്തിൽ നിരവധി തവണ ഹൈക്കോടതി തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റി ഉത്തരവിട്ട ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്യന്തം നാടകീയമായിരുന്ന ആ സംഭവങ്ങളുടെ നാൾവഴിയിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. വേരുകൾ 1952 ഏപ്രിൽ 1 ഹൈക്കോടതി തിരുവനന്തപുരത്തേക്ക് മാറ്റാനും ഒരു ഡിവിഷൻ ബെഞ്ചും ഒരു സിംഗിൾ ബെഞ്ചും എറണാകുളത്ത് നിലനിർത്താനും ശുപാർശ ചെയ്യുന്ന തിരുക്കൊച്ചി ഹൈക്കോടതി ആക്ട് പാസാക്കി. 1952 മെയ് 21 തിരുക്കൊച്ചി ഹൈക്കോടതി ആക്ട് ഭേദഗതി ബിൽ ഹൈക്കോടതി ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തി. 1952 ഒക്ടോബർ 12 ഹൈക്കോടതി വിഭജനം അസാധ്യമെന്ന് ഹൈക്കോടതി അറിയിച്ചതായി മുഖ്യമന്ത്രി എ.ജെ. ജോൺ തിരുക്കൊച്ചി സഭയെ അറിയിച്ചു. 1953 ഏപ്രിൽ 9 തിരുക്കൊച്ചി ഹൈക്കോടതി വിഭജന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൈലാസ് നാഥ് ഖഡ്ജു രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഹൈക്കോടതി എറണാകുളത്ത് തുടരുകയും തിരുവനന്തപുരത്ത് ഒരു ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുകയും ചെയ്യുന്നതാണ് ബിൽ. 1953 ഡിസംബർ 8 ഹൈക്കോടതി ഭേദഗതി ബിൽ ലോക്സഭയും പാസാക്കി. 1954 ജൂലൈ 11 തിരുക്കൊച്ചി സംസ്ഥാനത്ത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തി. ഇതോടെ ഭരണപരമായ കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് പൂർണ്ണാധികാരം. 1956 നവംബർ 5 കേരള ഹൈക്കോടതി എറണാകുളത്ത് പ്രവർത്തനം തുടങ്ങി. 1956 നവംബർ 11 തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വരുന്നതുവരെ കോടതികൾ ബഹിഷ്കരിക്കാൻ അഭിഭാഷകരുടെ തീരുമാനം. 1956 നവംബർ 19 ഹൈക്കോടതി ബെഞ്ച് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഹർത്താൽ. 1956 നവംബർ 24 തിരുവനന്തപുരത്തെ കോടതികളിലെ ജഡ്ജിമാരെ സമരസമിതി പിക്കറ്റ് ചെയ്തു. 1954 നവംബർ 28 ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണറാവു ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ സമരം നിർത്താൻ ധാരണ. 1956 ഡിസംബർ 12 ഡിവിഷൻ ബെഞ്ചുകളും ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ചേരാൻ ചീഫ് ജസ്റ്റിസ് കെ.ടി. കോശിയുടെ ഉത്തരവ്. 1956 ഡിസംബർ 19 ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് ആദ്യ സിറ്റിംഗ് നടത്തി. 1956 ഡിസംബർ 21 സ്ഥിരം ഡിവിഷൻ ബെഞ്ച് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പറവൂർ ടി.കെ. നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും സമരം തുടങ്ങി. 1957 ജനുവരി 3 ഹൈക്കോടതി സമരം അക്രമാസക്തം. തിരുവനന്തപുരത്ത് നിരോധനാജ്ഞ, ലാത്തിചാർജ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അനുകൂല തീരുമാനമെടുക്കാത്തതിനാൽ ഹൈക്കോടതി സ്ഥിരം ബെഞ്ച് തിരുവനന്തപുരത്ത് എന്ന ആവശ്യം പിന്നെയൊരിക്കലും നടപ്പായില്ല. ഇലക്ഷൻ ഡെസ്ക് 24.